ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 29-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ ടി വി വിശ്വനാഥ് നമ്പൂരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രവ്രജന്തമദ്വേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവ പ്രേതി തന്മയതയാ തരവോഘ്നേ ദുഷ്ടം സർവഹൃദയം. മദനീയരായ എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 29-ാം അധ്യായം ശ്ലോകം 26 മുതൽ ഇന്നാരംഭിക്കും. 25 വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ആത്മനശ്ച പരസ്യാപീയക്കരുത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുർവിദധേ ഭയമുൽബണം. വ്യക്തിയുടെ വകഭേദങ്ങളെ കുറിച്ച് അമ്മയുടെ ചോദ്യം അനുസരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ട് കാലമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് കാലസ്വരൂപനായ ഈശ്വര വൈഭവത്തെ കുറിച്ച് സൂചിപ്പിച്ച അധ്യായം ഉപസംഹരിക്കാം. ആത്മനശ്ച പരസ്യാപി, ആത്മനഃ തന്റെയും പരസ്യ മറ്റുള്ളവരുടെയും, യഹ കരോതി ആരാണോ ചെയ്യുന്നത്, അന്തരോദരം അന്തര മധ്യത്തിലുള്ള, ഉദരം ഉദരത്തെ, മനുഷ്യ ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഉദരമാണ് ശരീരത്തെ നിലനിർത്തുന്നത്. ഉദരമില്ലെങ്കിൽ ശരീരമില്ല. അതുകൊണ്ട് ഇവിടെ ഉദരശബ്ദത്തിന് ശരീരം എന്നാണ് അർത്ഥം. ആത്മനശ്ച പരസ്യാപി ഉദരം, തന്റെ ശരീരം മറ്റുള്ളവരുടെ ശരീരം എന്നിങ്ങനെ ആരാണോ കരോതി വിചാരിക്കുന്നത് ചെയ്യുന്നത്, തസ്യ ഭിന്ന ദൃശോ, അവനെ ഭിന്നദൃക്ക, ഭേദത്തോടു കൂടിയ ദർശനം ഉള്ളവനാണ് അവൻ. അവന് മൃത്യു വിദധേ ഭയം ഉൽബണം, ഉൽബണമായ ഭയത്തെ ഉണ്ടാക്കുന്ന, കഠോരമായ ഭയത്തെ ഉണ്ടാക്കുന്ന, ദുസ്സഹമായ ഭയത്തെ ഉണ്ടാക്കുന്ന ഉൽബണം ഭയം വിദധേ ചെയ്യുന്നു. ഭേദഭാവനയോടുകൂടി ആരാണോ ഈ സംസാരത്തെ കാണുന്നത്, തന്നിൽ വസിക്കുന്ന ജീവനും ആത്മനശ്ച പരസ്യാവേ മറ്റുള്ളവരുടെ ജീവനും രണ്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ശരീരം വേറെ മറ്റുള്ള ശരീരം വേറെ എന്ന ഭേദഭാവനയോടുകൂടി ഈ ശരീരത്തിൽ ആത്മഭാവനയെ ആരാണോ വെച്ചു പുലർത്തുന്നത്, അവന് മൃത്യുസ്വരൂപനായ ഭയങ്കരമായ സംസാരക്ലേശത്തെ ജനിപ്പിക്കുന്ന ഈ മൃത്യു അവനെ പ്രാപിക്കുക തന്നെ ചെയ്യും. അത് കാലമാണ് എന്നർത്ഥം. ഭേദഭാവനയില്ലാതെ എൻ്റെ ഉള്ളിലുള്ള ആത്മാവും അന്യലുള്ള ആത്മാവും ഒന്നാണെന്ന് ബോധത്തോടെയാണ് ജീവിക്കുന്നത്, അല്ലാതെ ജീവിക്കുന്നത്. ഭേദബുദ്ധിയോടെ ജീവിക്കുന്നവരെ ഭിന്നദൃക്കുകളാണ്. അവർക്ക് ഉൽബണം ഭയം മൃത്യു വിദധേ, അവർക്ക് മൃത്യു ഭയങ്കരമായ ഭയത്തെ ചെയ്യുക തന്നെ ചെയ്യുന്നത്. മൃത്യു ഭയം ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് ഭയം ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം ഭയന്നിട്ട് കാര്യമില്ല, ആർക്കും മൃത്യു ഉണ്ടാകുന്നു. ആത്മനശ്ച പരസ്യാപീയക്കരുത്യന്തരോദരം തസ്യ ഭിന്ന ദിശോ മൃത്യുർവിദധേ ഭയമുൽബണം. ആത്മനഃ പരസ്യാപി അന്തര ഉദരം യഹ കരോതി,
ഭിന്നദൃശഃ തസ്യ മൃത്യുഃ ഉൽബണം ഭയം വിദധി ആത്മനശ്ച പരസ്യാപി യക്കരുത്യന്തരോദരം തസ്യ ഭിന്നദിശോ മൃത്യു വിദധേ ഭയമുൽബണം അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹേദ്ദാനമാനാഭ്യം മൈത്ര്യാ ഭിന്നേന ചക്ഷുഷാ. അഥ അനന്തരം മാം എന്നെ സർവഭൂതേഷു ഭൂതാത്മാ എല്ലാ ഭൂതങ്ങളിലും ആ ഭൂതങ്ങളിലെ ആത്മസ്വരൂപനായി അന്തര്യാമിയായി വസിക്കുന്ന കൃതാലയം വീടുണ്ടാക്കി വസിക്കുന്ന ആലയത്തെ ഉണ്ടാക്കി വസിക്കുന്ന സർവഭൂതേഷു കൃതാലയം ഭൂതാത്മാനം എല്ലാ ഭൂതങ്ങളിലും തൻ്റെ ആത്മാവ് അന്തര്യാമിയായി വസിക്കുന്നു, എന്നെ എല്ലാവരിലും ഒരുപോലെയാണ് കാണേണ്ടത് എന്ന് കണ്ടിട്ട് അർഹയേത് ദാനമാനാഭ്യം ദാനമാനങ്ങളെ കൊണ്ട് പൂജിക്കേണ്ടതാണ്. അർഹയേത് പൂജയേത് പൂജിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ദാനം ചെയ്തും അതേപോലെ മാനങ്ങളാലും ബഹുമാനങ്ങളാലും അവരെ പൂജിക്കേണ്ടതാണ്. മൈത്ര്യ അഭിന്നേന ചക്ഷുഷാം മിത്രഭാവത്താലും അവരെ സേവിക്കണം. അഭിന്നേന ചക്ഷുഷ ഭേദമില്ലാത്ത കണ്ണുകൊണ്ട്. അപ്പം ബഹുമാനം, മൈത്രി, ദാനം ഈ 3 ഭാവം കൊണ്ട് ഉള്ള കർമ്മങ്ങൾ ചെയ്ത് അവരെ പൂജിക്കണം. താനും അവരിലുമുള്ള ആത്മാവ് ഒന്നാണ് എന്ന് വിചാരിക്കാവൂ. അത് രണ്ടും രണ്ടാണ് എന്ന് വിചാരിച്ച് ആരാധിക്കരുത്. അപ്പോൾ മാത്രമേ ആത്മഭാവത്തെ ഉള്ളിൽ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയെ ദാനമാനാഭ്യം മൈത്ര്യാഭിന്നേന ചക്ഷുഷാം. അഥ സർവഭൂതേഷു കൃതാലയം ഭൂതാത്മാനം മാം അഭിന്നേന ചക്ഷുഷ ദാനമാനാഭ്യാം മൈത്ര്യ അർഹയേത്. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാം. അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷാം. ജീവാശ്രേഷ്ഠാഹ്യ ജീവാനം തത പ്രാണഭൃതശുഭേ തത ഫചിത്താ പ്രവരാസ്തതശ്ചേത്രിയവർത്തയഃ. ജീവാഹ ശ്രേഷ്ഠാഹ ഈ അജീവാനാം അചേതനകളിൽ വെച്ച് ജീവനില്ലാത്തവരിൽ വെച്ച് ജീവാഹ സചേതനങ്ങൾ ശ്രേഷ്ഠം. ഈ ദാനങ്ങളും മാനങ്ങളും പൂജകളും ഒക്കെ ആരിൽ എങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഗ്രേഡ് ഒന്ന് അളന്നു പറയുക. അജീവന്മാരിൽ വെച്ച് ശ്രേഷ്ഠന്മാരാണ് ജീവന്മാർ. തഥ പ്രാണഭൃത ശുഭേ, ശുഭേ എന്ന് അമ്മയെ വിളിച്ചതാണ്. തതഃ അനന്തരം പ്രാണഭൃത ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജീവികൾ. കർമ്മഭേദം കൊണ്ട് അനേകവിധ ജന്മങ്ങൾ ജീവന്മാർക്കുണ്ടാവാം. അചേതനങ്ങളായ മണ്ണായിട്ട് കല്ലായിട്ടൊക്കെ ജനിക്കാം. ചേതനങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളായിട്ട് ജനിക്കാം. ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജംഗമ വസ്തുക്കളായിട്ട് ജനിക്കാം. മൃഗങ്ങളായിട്ട് ജനിക്കാം. അതിൽ തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് രൂപങ്ങളെ അറിയുന്നവരായിട്ട് ജനിക്കാം. എന്നിങ്ങനെ വൈവിധ്യമാർന്ന ജന്മ പരമ്പരകൾ ഒരു ജീവന് ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഏതിനേക്കാൾ ശ്രേഷ്ഠമാണ്? ഉത്കൃഷ്ടമായ ശ്രേഷ്ഠ ജന്മമാണ് ലഭിക്കേണ്ടത്. അത് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജീവാശ്രേഷ്ഠാഹ്യ ജീവാനം തത പ്രാണഭൃതശുഭേ തത ഫചിത്താഹ അതിനേക്കാൾ ശ്രേഷ്ഠം ചിത്തം ഉള്ളവരെ. ചിത്തം ജ്ഞാനം എന്നോ ചിതി ജ്ഞാനേ എന്ന ധാതുവിൽ നിന്നാണ് ചിത്തം എന്ന വാക്കുണ്ടാകുന്നത്. പ്രവരാഹ
തതശ്ച ഇന്ദ്രിയവൃത്തയ. ഇന്ദ്രിയത്തിന് പ്രവൃത്തികളുള്ളവർ അവരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അജീവന്മാരിൽ വെച്ച് ജീവന്മാർ ശ്രേഷ്ഠന്മാരാണ്. കല്ല്, മണ്ണ് മുതലായ ജീവജാലങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ചേതനകളുള്ള വൃക്ഷാദികൾ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജംഗമവസ്തു. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമുള്ള ജീവികൾ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയം കൊണ്ട് രൂപങ്ങള്, രസം, സ്വാദ്, മധുരം, അതുപോലെ ശബ്ദം കേൾക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ജീവാശ്രേഷ്ഠാഹ്യ ജീവാനം തതപ്രാണഭൃതശുഭേ തതഫചിത്ത പ്രവരാഹ തതശ്ചേന്ദ്രിയവൃത്തേഹാം. അജീവാനാം ജീവാഹ ശ്രേഷ്ഠാഹ തതപ്രാണഭൃതഃ തതഫചിത്താഹ തതഃ ഇന്ദ്രിയവൃത്തേഹ പ്രവരാഹ. തത്രാപി സ്പർശവേദിഭ്യ പ്രവരാരഭവേദിനാം തേഭ്യോ ഗന്ധവിദശ്രേഷ്ഠാഹ തതഃ ശബ്ദവിദോപരാഹം. തത്രാപി അവിടെയും സ്പർശവേദിഭ്യ പ്രവരാഹ രസവേദിന. സ്പർശമറിയുന്നവരെക്കാൾ ശ്രേഷ്ഠം രസമറിയുന്നവരാണ്. ഈ 5 ഇന്ദ്രിയങ്ങൾ വെച്ച് സ്പർശാദികൾ അറിയുന്നവനേക്കാൾ ശ്രേഷ്ഠം രസം അറിയുന്നവരാണ്. രസത്തെ അറിയുന്നവ ഗന്ധങ്ങൾ അറിയുന്നവയെ അവയേക്കാൾ ശ്രേഷ്ഠമാണ്. തേഭ്യോ ഗന്ധവിധ ശ്രേഷ്ഠ തത ശബ്ദവിധു. ശബ്ദമറിയുന്നവർ അതിനേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളിൽ ചിലർക്ക് സ്പർശിച്ചു മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ചിലർക്ക് രസം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ, നക്കിയേ അറിയാൻ പറ്റത്തുള്ളൂ, ചിലർക്ക് ശബ്ദം കേട്ടാൽ അറിയാം, ചിലർക്ക് മണം കൊണ്ടറിയാം. എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ജീവികൾ ഓരോന്നും കൊണ്ട് അറിയുന്നവരാണ്. എല്ലാവർക്കും എല്ലാം ഉള്ളത് മനുഷ്യർക്കേ ഉള്ളൂ, മറ്റോരോരുത്തർക്കും ഓരോന്നാണ്. തത്രാപി സ്പർശവേദിഭ്യ പ്രവരാരഭവേദിനാം തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠാസ്തത ശബ്ദവിദോപരാഹം. തത്രാപി സ്പർശവേദിഭ്യഃ രസവേദിനഃ പ്രവരാഹ തേഭ്യഃ ഗന്ധവിദഃ ശ്രേഷ്ഠാഃ തതഃ ശബ്ദവിദഃ വരാഹ. തത്രാപി സ്പർശവേദിഭ്യ പ്രവരാരഭവേദിനാം തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠാസ്തത ശബ്ദവിദോപരാം. തത്രാപി സ്പർശവേദിഭ്യ പ്രവരാരഭവേദിനാം തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠാസ്തത ശബ്ദവിദോപരാം. രൂപഭേദവിദസ്തത്രാ തതശ്ചോഭേദോ ദദഃ തേഷാം ബഹുപദാ ശ്രേഷ്ഠാശ്ചതുഷ്പാദസ്തതോ ദ്വിപാത്. രൂപഭേദവിദഃ തത്ര. ഇതിനേക്കാൾ സ്പർശമറിയുന്നവനേക്കാൾ, രസമറിയുന്നതിനേക്കാൾ, ശബ്ദമറിയുന്നതിനേക്കാൾ, ഗന്ധമറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠം രൂപമറിയുന്നവരാണ്. രൂപഭേദവിദഃ തത്ര തതശ്ച ഉഭയതോ ദതഃ. അതിനേക്കാൾ ശ്രേഷ്ഠം 2 വരി പല്ലുള്ളവരാണ്. ഉഭയതോ ദതഃ. ദതഃ എന്ന് വെച്ചാൽ ദന്തം, പല്ല്. ഉഭയതോ ദതഃ എന്ന് വെച്ചാൽ 2 വരി പല്ലുള്ളവർ. തേഷാം ബഹുപദാഹ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ അനേകം കാലുള്ളവരാണ്, ബഹുപദന്മാരാണ്. ശ്രേഷ്ഠാഹ ചതുഷ്പാദ്. അതിനേക്കാൾ ശ്രേഷ്ഠം 4 കാലുള്ളവരാണ്. തതു ദ്വിപാദ്. അതിനേക്കാൾ ശ്രേഷ്ഠം 2 കാലുള്ളവരാണ്. അപ്പം രൂപമറിയുന്നവരാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠം. അതിനേക്കാൾ ശ്രേഷ്ഠം ഒത്തിരി കാലുകളുള്ളവരാണ്. 8 കാലുകളും ഷഡ്പദങ്ങളും ഒക്കെ നമുക്കറിയാം, ഒത്തിരി കാലുകളുള്ളവരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം ചതുഷ്പാദാണ്. പശു എന്നല്ലായിരിക്കും മൃഗങ്ങൾ 4 കാലാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം 2 കാലുള്ള മനുഷ്യര്, പക്ഷികൾ വരയ്ക്കാണ്. അങ്ങനെ മനുഷ്യരുടെ ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചു. രൂപഭേദവിദസ്തത്രാ തതശ്ചോഭേദോ ദദാ തേഷാം ബഹുപദാ ശ്രേഷ്ഠാശ്ചതുഷ്പാദസ്തതോ ദ്വിപാത്. തത്ര
രൂപഭേദവിദഃ തതഃ ച ഉഭയതോ ദതഃ തേഷാം ബഹുപദാഃ ശ്രേഷ്ഠാഃ തതഃ ചതുഷ്പാദഃ തതഃ ദ്വിപാദ് രൂപഭേദവിദസ്തത്ര തതശ്ചോഭേദോ ദദാം തേഷാം ബഹുപദാ ശ്രേഷ്ഠാഃ ചതുഷ്പാദസ്തതോ ദ്വിപാദ് രൂപഭേദവിദസ്തത്ര തതശ്ചോഭേദോ ദദാം തേഷാം ബഹുപദാ ശ്രേഷ്ഠാഃ ചതുഷ്പാദസ്തതോ ദ്വിപാദ് തതോ വർണ്ണാശ്ച ചത്വാരസ്തേഷാം ബ്രാഹ്മണ ഉത്തമാം ബ്രാഹ്മണേഷ്വപി വേദജ്ഞോ ഹ്യർത്ഥജ്ഞോ അഭ്യധികസ്തതാം. തതോ വർണ്ണാശ്ച, മനുഷ്യരിൽ വെച്ച് 4 വർണ്ണങ്ങൾ അനുഷ്ഠിക്കുന്നവർ ശ്രേഷ്ഠരാണ്. ആ 4 വർണ്ണങ്ങൾ വെച്ച് ബ്രാഹ്മണ ഉത്തമ, ശ്രേഷ്ഠം ബ്രാഹ്മണരാണ്. ബ്രാഹ്മണേഷ്വപി, ബ്രാഹ്മണരിൽ വെച്ച് വേദജ്ഞോഹി അർത്ഥജ്ഞോ അഭ്യധികസ്തത, ബ്രാഹ്മണരിൽ വെച്ച് വേദമറിയുന്നവരും വേദമറിയുന്നവരിൽ വെച്ച് അതിൻ്റെ അർത്ഥം അറിയുന്നവരും ശ്രേഷ്ഠന്മാരാണ്. തതോ വർണ്ണാശ്ച ചത്വാരസ്തേഷാം ബ്രാഹ്മണ ഉത്തമാം ബ്രാഹ്മണേഷു വേദജ്ഞോ ഹ്യർത്ഥജ്ഞോപ്യധ്യ അഭ്യധികസ്തതാം. തതഃ ചത്വാരഃ വർണ്ണാഃ തേഷാം ബ്രാഹ്മണഃ ഉത്തമഃ ബ്രാഹ്മണേഷു അപി വേദജ്ഞഃ തതഃ അർത്ഥജ്ഞഃ അധികഃ. തതോ വർണ്ണാശ്ച ചത്വാരസ്തേഷാം ബ്രാഹ്മണ ഉത്തമാം ബ്രാഹ്മണേഷ്വപി വേദജ്ഞോ ഹ്യർത്ഥജ്ഞോപ്യധികസ്തതാം. അർത്ഥജ്ഞാൻ സംശയക്ഷേത്താ തതഃ ശ്രേയൻ സ്വകർമ്മകർ മുക്തസംഗസ്തതോ ഭൂയാത് അനദോക്താ ധർമ്മമാത്മനഃ. അർത്ഥജ്ഞാത് സംശയക്ഷേത, അർത്ഥമറിയുന്നവനേക്കാൾ ശ്രേഷ്ഠം സംശയം മാറ്റിക്കൊടുക്കുന്നവരാണ്. തതഃ ശ്രേയൻ സ്വകർമ്മകർ, അതിനേക്കാൾ ശ്രേഷ്ഠം സ്വധർമ്മം ചെയ്യുന്നവരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം മുക്തസംഗത്തിൽ വേർപെട്ടവരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം ആത്മനഃ ധർമ്മം, തൻ്റെ തന്നെ ധർമ്മത്തെ അദോക്ത, ആഗ്രഹിക്കാതെ, ഫലം ആഗ്രഹിക്കാതെ സ്വന്തം ധർമ്മത്തെ ചെയ്യുന്നവരാണ്. അർത്ഥജ്ഞാത് സംശയക്ഷേത്ര, വേദങ്ങളിലെ അർത്ഥം അറിഞ്ഞു പഠിക്കുന്നവരെക്കാൾ ഒന്നുകൂടി ഉത്കൃഷ്ടർ അതിന്റെ സംശയം തീർത്തു കൊടുക്കുന്നവരാണ്. തതഃ ശ്രേയൻ സ്വകർമ്മകൾ, അവരെക്കാൾ ശ്രേഷ്ഠം അവരവരുടെ കർമ്മം ചെയ്യുന്നവരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം മുക്തസംഗന്മാരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം സ്വന്തം ധർമ്മം ഫലകാംക്ഷയില്ലാതെ അനുഷ്ഠിക്കുന്നവരാണ്. അർത്ഥജ്ഞാൻ സംശയക്ഷേത്താ തതശ്രേയൻ സ്വധർമ്മകർ തതശ്രേയൻ സ്വകർമ്മകർ മുക്തസംഗസ്തതോ ഭൂയാത് മുക്തസംഗസ്തതോ ഭൂയാത് ആത്മനാദോക്താം ധർമ്മമാത്മനാം. ഭൂയാൻ അദോക്ത, ഭൂയാൻ അദോക്ത എന്നാണ് പദം പിരിക്കുന്നത്. അർത്ഥജ്ഞാൻ സംശയക്ഷേതാ തതശ്രേയൻ സ്വകർമ്മകർ മുക്തസംഗസ്തതോ ഭൂയാൻ അദോക്താ ധർമ്മമാത്മനാം. അർത്ഥജ്ഞാൻ സംശയക്ഷേത്താം തതശ്രേയൻ സ്വകർമ്മകർ മുക്തസംഗസ്തതോ ഭൂയാൻ അദോക്താ ധർമ്മമാത്മനാം. തസ്മാൻ മയ്യർപ്പിതാശേഷക്രിയാർത്ഥാത്മാ നിരന്തരാം മയ്യർപ്പിത ആത്മന പുംസോ മയി സന്യസ്തകർമ്മണാം ന പശ്യാമി പരം ഭൂതം അകർത്തു സമദർശനാത്. തസ്മാ, അതുകൊണ്ട്, മയി അർപ്പിത അശേഷക്രിയാർത്ഥാത്മാ നിരന്തര, നിരന്തരമായും മയി എന്നിൽ അർപ്പിത അശേഷക്രിയ അർത്ഥ ആത്മാ, എന്നിൽ സമർപ്പിക്കപ്പെട്ട സകല ക്രിയകളും അതുപോലെ ദേഹാദി സംഘങ്ങളോട് കൂടിയവരും. അശേഷക്രിയാർത്ഥ ആത്മാ, എല്ലാ ക്രിയാർത്ഥങ്ങളും ചെയ്യുന്ന ആത്മാവോടുകൂടി നിരന്തരമായും ആരാണോ എന്നിൽ അർപ്പിക്കുന്നത്, മൈ അർപ്പിതാത്മന, അങ്ങനെ എന്നിൽ അർപ്പിക്കപ്പെട്ട ആത്മാവോടുകൂടിയവരായ മനുഷ്യർ പുംസോ മൈ സന്യസ്തകർമ്മ, അവരെന്നിൽ കർമ്മത്തെ സന്യസിക്കുന്നവരാണ്. ന പശ്യാമി പരം ഭൂതം,
ഇത് പരം പശ്യാമി, അതിൻ്റെ അപ്പുറത്ത് അവരൊന്നും കാണില്ല. ഭൂതം അകർത്തു സമദർശനാർ, പരംഭൂതം ഉത്കൃഷ്ടമായ ഒരു പ്രാണിയെ, ഭൂതം ഭവിച്ചത് ഉണ്ടായത് പ്രാണികൾ, അതിനെ ന പശ്യാമി, ഞാൻ കാണുന്നില്ല. എല്ലാ കർമ്മങ്ങളും ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയോട് കൂടി നിഷ്കാമകർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നിൽ മനസ്സ് അർപ്പിച്ച് അശേഷക്രിയാർത്ഥത്തോടുകൂടി നിരന്തരമായും ഇരിക്കുന്ന ആളിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നിൽ ഈ കർമ്മങ്ങളെല്ലാം അർപ്പിച്ചത്. മൈ സന്യസ്തകർമ്മം ന പരാം പശ്യാമി ഭൂതം അകർത്തു സമദർശന. അവന്റെ ആത്മാവിനെയും കർമ്മങ്ങളെയും എല്ലാം ആത്മാഭാവനയോടുകൂടി എന്നിൽ സമർപ്പിച്ചാൽ അവൻ സമദർശനം. പിന്നെ ഉത്കൃഷ്ടനായ ഒരാൾ, ഉത്കൃഷ്ടനല്ലാത്ത ഒരാൾ എന്നുള്ള ചിന്ത ഉണ്ടാവുകയില്ല. തസ്മൻ മയ്യർപ്പിതാശേഷക്രിയാർത്ഥാത്മാ നിരന്തരാം മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്തകർമ്മണാം ന പശ്യാമി പരം ഭൂതമകർത്തു സമദർശനാത്. മയി അർപ്പിതാശേഷക്രിയാർത്ഥാത്മാ നിരന്തരഃ അന്തരം മയി അർപ്പിതാത്മനഃ മയി സന്യസ്തകർമ്മണഃ അകർത്തുഃ സമദർശനാത് സർവത്ര മയി സമദർശനാത് പുംസഃ പരം ഭൂതം ന പശ്യ. തസ്മൻ മയ്യർപ്പിതാശേഷക്രിയാർത്ഥാത്മാ നിരന്തരാം മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്തകർമ്മണാം ന പശ്യാമി പരം ഭൂതമകർത്തു സമദർശനാത്. മനസ്സൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. മനസാ ഏതാനി ഭൂതാനി, മനസ്സുകൊണ്ട് ഈ ഭൂതങ്ങളെ പ്രണമേത് നമസ്കരിക്കുന്നതാണ്. ബഹുമാനിച്ചു. ഇപ്പൊ കണ്ട കല്ല്, മണ്ണ് മുതൽ 2 കാലുള്ള മനുഷ്യർ വരെയുള്ള, അതിൽ വെച്ച് വേദം പഠിച്ചവർ, അറിയുന്നവർ, അതിൽ വെച്ച് കർമ്മം അർപ്പിച്ചവർ, ഇങ്ങനെ പറഞ്ഞ് ഈ ഗ്രേഡിൽ ജീവിക്കുന്നവരെല്ലാം അവരെല്ലാം നമസ്കരിക്കുന്നവരാണ്. മനസാ ഏതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ. ഈശ്വരനായ ഭഗവാൻ ജീവകല കൊണ്ട് ഇവരിലൊക്കെ പ്രവേശിച്ചതാണ്. ഇവരിലൊക്കെയുള്ള ഈശ്വരാംശമാണെന്ന് കണ്ട് ഇവരെയൊക്കെ നമസ്കരിക്കണം. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ഈശ്വര ഭഗവാൻ ജീവകലയാ പ്രവിഷ്ട ഇതി. ഏതാനി ഭൂതാനി മനസാ ബഹുമാനയൻ പ്രണമേത്. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ഭക്തിയോഗശ്ച യോഗശ്ച മയാ മാനവ്യുദീരിത ഏകതരേണൈവ പുരുഷം വ്രജേത്. ഭക്തിയോഗവും യോഗശ്ച സാംഖ്യയോഗവും മയാ മാനവി ഉദീരിത. ഹേ മനുപുത്രിയായ മാതാവേ, ഞാൻ അമ്മയ്ക്ക് ഭക്തിയോഗവും സാംഖ്യയോഗവും പറഞ്ഞു തന്നിരിക്കുന്നു. ഉദീരിത യയോഹോ ഏകതരേണൈവ. ഈ 2 എണ്ണങ്ങളിൽ വെച്ച് ഏകതരേണ ഏവ ഒന്നുകൊണ്ട് തന്നെ ഒരു പുരുഷം പ്രജയത് ഈശ്വരനെ പാടും. പുരുഷം പ്രജയത്, ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ഈശ്വരനെ പ്രാപിക്കുക തന്നെ ചെയ്യും. അമ്മയെ ഭക്തിയോഗവും സാംഖ്യയോഗവും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യൻ
പരമപുരുഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഭക്തിയോഗശ്ച മയാമാനവ്യുദീരിതാം യയോരേകതരേണൈവ പുരുഷം വ്രജേത്. ഭക്തിയോഗശ്ച മയാമാനവ്യുദീരിതാം യയോരേകതരേണൈവ പുരുഷം വ്രജേത്. ഏതത് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മനാ പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം രൂപഭേദാസ്പദം ദിവ്യം കാലയിത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യതോ ഭിന്നദൃശാം ഭയം. ഏതത് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന, പരമാത്മാവായ ആ ഭഗവത് സ്വരൂപത്തിന്റെ രൂപം ഏതത് ഇതന്നെയാണ്. ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന, അത് പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം, അത് പരമാണ്, പരം മഹത്തത്വമാണ്. പ്രധാനം പ്രകൃതിയാണ്, പുരുഷൻ. ഇതൊക്കെയാണ് സാഖ്യയോഗത്തിൽ പറഞ്ഞത്. മഹത്തത്വം, പ്രകൃതി, പുരുഷൻ, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ദൈവം, ഈശ്വരശക്തി, കർമ്മ വിചേഷ്ടിതം, ഓരോ കർമ്മങ്ങളോടുകൂടി ഇന്ദ്രിയങ്ങളിലെ രൂപഭേദങ്ങളെ മാറ്റത്തിന് കാരണമായും ഇരിക്കുന്ന രൂപഭേദ ആസ്പദം ദിവ്യം. ഈ രൂപഭേദങ്ങൾക്ക് ആസ്പദമായിരിക്കുന്ന ദിവ്യമായ അതിനെ കാല ഇതി അഭിധീയതേ, കാലം എന്ന് വിളിക്കുന്നു. ഭൂതാനം മഹദാദീനാം യതോ ഭിന്നദൃശാം ഭയം. മഹദാദികളായിരിക്കുന്ന ഇപ്പോഴീ പറഞ്ഞ ഭൂതങ്ങൾക്കൊക്കെ ഈശ്വരിൽ നിന്നും അന്യമായിട്ട് കാണുന്നവർക്ക് പേടിയുണ്ടാകും. ഈ സ്വരൂപം കാലം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. അത് അന്യമാണെന്ന് വിചാരിക്കുന്നവർക്കാണ് ഭയം ഉണ്ടാകുന്നത്. കാലം എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്ന് വിസ്തരിക്കുകയാണ്. ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് കാലം. അതിൽ നിന്നും ഭിന്നമായിട്ട് ഒരു കാലവുമില്ല, തത്വമില്ല. പരമാത്മസ്വരൂപനായ ബ്രഹ്മചൈതന്യത്തിന്റെ ഒരു സ്വരൂപമാണ്, ആകെ പ്രകൃതിയാണ് കാലം. അത് എല്ലായിടത്തും വ്യാപരിച്ചു നിൽക്കും. കാലം വ്യാപരിക്കാത്ത സ്ഥലമില്ല. പ്രധാനം എന്ന് നേരത്തെ സാഖ്യത്തിൽ പഠിച്ചതിൽ കാലമുണ്ട്. അതേപോലെ പുരുഷൻ എന്ന് പഠിച്ചതിൽ കാലമുണ്ട്, ദൈവം എന്ന് പഠിച്ചതിൽ കാലമുണ്ട്, കർമ്മവിചേഷ്ടിതത്തിൽ കാലമുണ്ട്. ഇങ്ങനെ ഇന്ദ്രിയ സമൂഹങ്ങൾ, അവകൾ രൂപമാറ്റത്തിന് കാരണമായി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാന്റെ സ്വരൂപം കൊണ്ടാണ്. കാലം രൂപമാറ്റത്തിന് കാരണമാണ്. മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റത്തിന് കാരണം കാലമാണ്. കാലമില്ലെങ്കിൽ മാറ്റമില്ല. എല്ലാത്തിനെയും മാറ്റിമറിക്കുന്നത് കാലത്തിന്റെ സ്വഭാവമാണ്. ജനനമരണാദികൾ പോലും ഉണ്ടാക്കുന്ന കാലത്തിന്റെ സ്വഭാവമാണ്. ബാല്യ യൗവന വാർദ്ധക്യങ്ങൾ ഉണ്ടാക്കുന്ന കാലത്തിന്റെ സ്വഭാവമാണ്. ഒരു വൃക്ഷം വളർന്ന് വലുതായി ചെടിയും പൂവും കായും ഉണ്ടാകുന്ന കാലത്തിന്റെ സ്വഭാവമാണ്. ഇങ്ങനെ നോക്കിയാൽ സകല പരിണാമങ്ങൾക്കും കാലമാണ് കാരണം. ആ കാലം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനാണ് ഇവയൊക്കെ ഉണ്ടാക്കുന്നത്. ഏതത് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം രൂപഭേദാസ്പദം ദിവ്യം കാലയിത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യതോ ഭിന്നദൃശാം ഭയം. പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം രൂപഭേദാസ്പദം ദിവ്യം ബ്രഹ്മണഃ പരമാത്മനഃ ഭഗവതഃ ഏതദ് രൂപം കാല ഇതി അഭിധീയതേ യതഃ മഹദാദീനാം ഭൂതാനാം ഭിന്നദൃശാം ഭയം. ഏതദ് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം രൂപഭേദാസ്പദം ദിവ്യം കാലയിത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യതോ ഭിന്നദൃശാം ഭയം.
ഏതത് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മനാം പരം പ്രധാനം പുരുഷം ദൈവം കർമ്മവിചേഷ്ടിതം രൂപഭേദം ദിവ്യം കാലയിത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യതോ ഭിന്നദൃശം ഭയം വന്ദപ്രവിശ്യ ഭൂതാനി ഭൂതൈരത്യഖിലാശ്രയാം വിഷ്ണുമാഖ്യോധിയജ്ഞോഭൂ കാല കലയതം പ്രഭു. യോ യാതൊരു കാലമാണോ അന്തഃപ്രവിശ്യ ഭൂതാനി ഭൂതങ്ങളുടെ അകത്ത് പ്രവേശിച്ചിട്ട്, അന്തഃപ്രവിശ്യ ഭൂതാനി ഭൂതങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട്, ഭൂതൈഹി ആ ഭൂതങ്ങളെ കൊണ്ട് തന്നെ അത്തി എന്ന് വെച്ചാൽ സംഹരിക്കുന്നു, നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അഖിലാശ്രയ എല്ലാത്തിനും ആശ്രയമായ, എല്ലാത്തിനെയും വശീകരിക്കാൻ പറ്റുന്ന ഈ കാലം ഓരോ ഭൂതങ്ങളിലും പ്രവേശിച്ചിട്ട് ആ ഭൂതങ്ങളെ കൊണ്ട് തന്നെ അവയെ ഇല്ലാതാക്കും. കാലസ്വരൂപനായ ഈശ്വരൻ ഓരോ ജീവജാലങ്ങളിലും പ്രവേശിച്ച് അതിലിരുന്നു കൊണ്ട് തൻ്റെ തന്നെ കാലശക്തി കൊണ്ട് അവരെ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കും. ഇത് കാലത്തിന്റെ വൈഭവമാണ്. അതിനെ വിഷ്ണു അഖ്യോ, അതിനെ വിഷ്ണു എന്ന്, വിഷ്ണു വെച്ചാൽ സകലവ്യാപി, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ എന്ന് വിളിക്കുന്നു. അധിയജ്ഞോസു കാലക്കലയതാം പ്രഭു, അധിയജ്ഞനായ അവൻ, യജ്ഞങ്ങളുടെ ഫലം കൊടുക്കുന്നവനായ അവൻ, വിഷ്ണു എന്ന് പേരുള്ളവനായ അവൻ, കലയതാം പ്രഭു എല്ലാവരെയും വശീകരിക്കാൻ അധികാരമുള്ളവരാണ്. വിഷ്ണു എന്ന പേരോട് കൂടിയവനായ അവൻ യജ്ഞത്തിന്റെ ഫലം കൊടുക്കുന്നവന് അധിയജ്ഞനാണ്. അസോ കാല, ഇതാണ് കാലം. അത് കലയതാം പ്രഭു, വശീകരിക്കുന്നവരുടെ പ്രഭുവാണ് ഈ കാലം എന്നിങ്ങനെ കാലത്തെക്കുറിച്ചുള്ള ദീർഘമായൊരു വീക്ഷണം അവതരിപ്പിക്കാം. യോന്തപ്രവിശ്യ ഭൂതാനേ ഭൂതൈരത്യഖിലാശ്രയാം വിഷ്ണുമാഖ്യോധിയജ്ഞോസോ കാലക്കലയതാം പ്രഭു. യഹ ഭൂതാനി അന്തഃപ്രവിശ്യ ഭൂതൈഃ അത്തി അസൗ കാലഃ കലയതാം പ്രഭുഃ അഖിലാശ്രയഃ അധിയജ്ഞഃ വിഷ്ണുമാഖ്യഃ. യോന്തഃപ്രവിശ്യ ഭൂതാനി ഭൂതൈരത്യഖിലാശ്രയാം വിഷ്ണുമാഖ്യോധിയജ്ഞോസോ കാലക്കലയതാം പ്രഭു. യോന്തഃപ്രവിശ്യ ഭൂതാനി ഭൂതൈരത്യഖിലാശ്രയാം വിഷ്ണുമാഖ്യോധിയജ്ഞോസോ കാലക്കലയതാം പ്രഭു. ന ചാപ്യ കശ്ചിദ്ദൈതോ ന ദ്വേഷ്യോ ന ച ബാന്ധവാം ആവിശത്യപ്രമത്തോസൗ പ്രമത്തം ജനമന്തകൃത്. ന ചാപ്യ കശ്ചിദ്ദൈതഃ, അവനെ ഇഷ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല ഈ കാലത്തിന്. കാലത്തിന് എനിക്കിഷ്ടമാണ്, കാലത്തിന് എന്നോട് ദേഷ്യമുണ്ട് ഒന്നുമില്ല. കശ്ചിദ്ദൈതഃ ന ദ്വേഷ്യ, വിരോധിയുമില്ല. ന ബാന്ധവ, ബന്ധുക്കളുമില്ല. ആവിശതി അപ്രമത്തോസൗ, അപ്രമത്തനായി അവൻ ജനങ്ങളുടെ മനസ്സിലേക്ക് വ്യാപരിച്ചിട്ട്, പ്രമത്തം ജനം അന്തകൃത്, പ്രമത്തരായ ജനങ്ങൾക്ക് അവസാനം ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. ഒരാളുടെ പ്രത്യേക ഇഷ്ടം, ഒരാളുടെ ദേഷ്യം, ഒരാളുടെ ബന്ധുത്വം, ഇതൊന്നും കാലത്തിനില്ല. എല്ലാവരിലും പ്രവേശിക്കും. അതിലിരുന്നു കൊണ്ട് അവരെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് കാലത്തിന്റെ സ്വഭാവം. നചാപ്യ കശ്ചിദ്ദൈതോ ന ദ്വേഷോ ന ച ബാന്ധവാം ആവിശത്യപ്രമത്തോസൗ പ്രമത്തം ജനമന്തകൃത്. അസ്യ കശ്ചിദ്ദൈതഃ ന ദ്വേഷ്യഃ ന ബാന്ധവഃ ന ച അപ്രമത്തഃ അന്തകൃത് അസൗ പ്രമത്തം ജനം ആവിശതി. ന ചാപ്യ കശ്ചിദ്ദൈതോ ന ദ്വേഷോ ന ച ബാന്ധവാം ആവിശത്യപ്രമത്തോസൗ പ്രമത്തം ജനമന്തകൃത്. യദ്ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി യദ്ഭയാത് യദ്ഭയാദ്വർഷതേ ദേവോ ഭഗനോ ഭാതി യദ്ഭയാത്. യാതൊരു കാലത്തെ ഭയന്നിട്ടാണ്
വാതി വാതോയം, ഈ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് കാലത്തെ ഭയന്നിട്ടാണ്, കാലസ്വരൂപനായ ഈശ്വരനെ ഭയന്നിട്ടാണ്. സൂര്യ തപതി യത് ഭയാത്, സൂര്യൻ തപിക്കുന്നത് ആരെ ഭയന്നിട്ടാണോ? യത് ഭയാത് വർഷത്തെ ദേവ, ഇന്ദ്രൻ മഴ പൊഴിക്കുന്നത് ആരെ ഭയന്നിട്ടാണോ? ഭഗണോ, നക്ഷത്രഗണങ്ങൾ ഭാതി മിന്നിത്തിളങ്ങുന്നത് യത് ഭയാത്, കാലസ്വരൂപനായ ഈശ്വരന്റെ ആജ്ഞയെ പേടിച്ചിട്ടാണ് വായു, സൂര്യൻ, അതേപോലെ ഇന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവരൊക്കെ അവരവരുടെ സ്വകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവർക്കൊക്കെ ഈശ്വരാജ്ഞയെ അതിക്രമിക്കാൻ പറ്റില്ല. പിന്നാട്ടെ മനുഷ്യരുടെ കഥ. ഈ പറഞ്ഞ 4 പേർക്കും അവർക്ക് കൊടുത്ത ഡ്യൂട്ടി, ഈശ്വരൻ കാലസ്വരൂപനായ ഈശ്വരൻ കൊടുത്ത ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. യത് ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി യത് ഭയാദ്, യത് ഭയാദ് വർഷതേ ദേവോ ഭഗണോ ഭാതി യത് ഭയാദ്, അയം വാതഃ യത് ഭയാദ് വാതി സൂര്യഃ തപതി ദേവഃ വർഷതേ ഭഗണഃ ഭാതി. യത് ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി യത് ഭയാദ്, യത് ഭയാദ് വർഷതേ ദേവോ ഭഗണോ ഭാതി യത് ഭയാദ്. യദ്വനസ്പതയോ ഭീതാം ലതാശ്ച ഔഷധിഭിः സഹാം സ്വേ സ്വേ കാലേഭിഗൃഹ്ണന്തി പുഷ്പാണി ച ഫലാനി ച. യത് വനസ്പതേഹ, വൻവൃക്ഷങ്ങൾ, ഭീതാഹ, ഭയന്നിട്ട് തന്നെയാണ്, ലതാഹ ച ഓഷധിഭിः സഹ, വള്ളികൾ, ചെടികളോട് കൂടെ, സ്വേ സ്വേ കാലേ അഭിഗൃഹ്ണന്തി, അതാത് കാലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പുഷ്പാണിജ ഫലാനിജ, വൃക്ഷങ്ങളും ലതകളും അതാത് കാലത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് കാലസ്വരൂപനായ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ്, നമ്മുടെ ആരുടെ പ്രേരണ കൊണ്ടല്ല. ഈ വൃക്ഷങ്ങൾ പൂക്കുന്നത്, ലതകൾ പടർന്നു കയറുന്നത്, അതിൽ പൂവുണ്ടാകുന്നത്, അവയിൽ ഔഷധ ഗുണമുണ്ടാകുന്നത്, ഇതൊക്കെ ആരെ ഭയന്നിട്ടാണ്? കാലസ്വരൂപനായ ഈശ്വരനെ ഭയന്ന്. യദ് വനസ്പതയോ ഭീതാം ലതാശ്ച ഔഷധിഭിः സഹാം സ്വേ സ്വേ കാലേഭിഗൃഹ്ണന്തി പുഷ്പാണി ഫലാനി ച. വനസ്പതയഃ ലതാഃ ച ഓഷധിഭിः സഹ യദ് ഭീതാഃ സ്വേ സ്വേ കാലേ പുഷ്പാണി ഫലാനി ച അഭിഗൃഹ്ണന്തി. യദ് വനസ്പതയോ ഭീതാ ലതാശ്ച ഔഷധിഭിः സഹാം സ്വേ സ്വേ കാലേഭിഗൃഹ്ണന്തി പുഷ്പാണി ച ഫലാനി ച. യദ് വനസ്പതയോ ഭീതാ ലതാശ്ച ഔഷധിഭിः സഹാം സ്വേ സ്വേ കാലേഭിഗൃഹ്ണന്തി പുഷ്പാണി ച ഫലാനി ച. സ്രവന്തി സരിതോ ഭീതാ നോത്സത്പത്യുദധിര്യതാം അഗ്നിരിന്ധേ ഫഗിരിഭിർഭൂർണ മജ്ജതി യത് ഭയാത്. സ്രവന്തി, ഒഴുകുന്നു, സരിതഃ, നദികൾ ഒഴുകുന്നത് ആരെ പേടിച്ചിട്ടാണ്? നമ്മളെ പേടിച്ചിട്ടാണ്. ഒന്നുമല്ല, കാലസ്വരൂപനായ ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ആജ്ഞയാണ് ഒഴുക്കിന് സ്പീഡ് കൂട്ടുന്ന കുറയ്ക്കുന്ന ഒക്കെ. നമ്മളാരും ഒന്നും പറഞ്ഞിട്ടല്ല. ന ഉത്സർപ്പത്തി ഉദധിര്യത, സമുദ്രം കരമുക്കി മൂടാത്തത് ആരുടെ മഹിമ കൊണ്ടാണ്? ഈശ്വരന്റെ, കാലസ്വരൂപനായ ഈശ്വരന്റെ മഹിമ കൊണ്ടാണ്. അല്ലെങ്കിൽ പാരാവാരം കരയേറി കരകൾ മുഴുവൻ മുക്കി മൂടാത്തതെന്തേ? ഒരു കവി ചോദിച്ചാണ്. ഈ പാരാവാരം ഇങ്ങോട്ട് കടന്ന് എരച്ച് കയറി ഭൂമി മുഴുവൻ മുക്കി താഴെയാക്കാം. അങ്ങനെ ഭൂമി മുങ്ങിപ്പോയിട്ടുള്ളതാ. എന്തേ അത് മുക്കിയിടാത്തത്? കാലസ്വരൂപനായ ഈശ്വരന്റെ മഹിമ കൊണ്ടാണ്. ന ഉത്സർപ്പതി ഉദധിഹി യഥ, യഥ യാതൊന്നിനെ ഭയന്നിട്ടാണോ
ഉദധി സമുദ്രം ന ഉത്സർപ്പതി, പൊങ്ങി ഉയർന്ന് കിളന്നു പോകാത്തത്. അഗ്നിഹി ഇന്ധേ, തീ കത്തുന്നു. ഫഗിരിഭിഹി ഭൂഹു, പർവ്വതത്തോടു കൂടിയ ഭൂമി ന മജ്ജതി, താണുപോകുന്നില്ല. ഭയാ, ആരെ ഭയന്നിട്ടാണ്? എത്രയും വെയിറ്റുള്ള പർവ്വതങ്ങൾ ധാരാളം നിൽക്കുന്ന ഭൂമി താഴേക്ക് തൂങ്ങിപ്പോകാതെ നിലനിൽക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? സ്രവന്തി ഫരിതോ ഭീതാം നോത്സത്പത്യുദധിര്യതാം അഗ്നിരിന്ധേ ഫഗിരിർ പൂർണ്ണമജ്ജതി യദ്ഭയാത് സരിതഃ ഭീതാഃ സ്രവന്തി ഉദധിഹി ന ഉത്സർപ്പതി യദ്ഭയാത് അഗ്നിഃ ഇന്ധേ ഭൂഹു ഫഗിരിഭിഹി ന മഞ്ജതി. സ്രവന്തി ഫരിതോ ഭീതാ നോത്സർപ്പത്യുദധിര്യതാം അഗ്നിരിന്ധേ ഫഗിരിഭിർ പൂർണ്ണമജ്ജതി യദ്ഭയാത് നഭോ ദദാതിശ്വസതം പദം യന്നിയമാദദാം ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. നഭോ ദദാതി, നഭസ് ആകാശം, ദദാതി കൊടുക്കുന്നു, പദം എന്നിയമാത് അത, യാതൊന്നിൻ്റെ നിയമനം കൊണ്ട്, യാതൊന്നിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ ആകാശം ശ്വസിക്കുന്ന പ്രാണികൾക്ക് പ്രാണൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളാരും പറഞ്ഞിട്ടില്ല. നഭോ ദദാതി ശ്വസതം പദം എൻ നിയമാദദ ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. സപ്തഭിഹി ആവൃതം, 7 പദാർത്ഥങ്ങളാൽ ചുറ്റപ്പെട്ടതായ ഈ ലോകമായിട്ട് സ്വന്തം ശരീരത്തെ പരിണമിപ്പിച്ചിരിക്കുകയാണ് കാലം. നഭോ ദദാതി ശ്വസതം പദം എന്നിയമാദദാം ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. എന്നിയമാത് അധഃ നഭഃ ശ്വസതാം പദം ദദാതി മഹാൻ സ്വദേഹം സപ്തഭിഃ ആവൃതം ലോകം തനുതേ. നഭോ ദദാതി ശ്വസതം പദം എന്നിയമാദദാം ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. നഭോ ദദാതി ശ്വസതം പദം എന്നിയമാദദാം ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. ഗുണാഭിമാനിനോ ദേവാ സർഗാദിഷ്വസ്യ യദ്ഭയാത് വർത്തതേനു യുഗം യേഷാം വശ ഏതച്ചരാചരം. ഗുണാഭിമാനിനഃ, ഗുണങ്ങളെ അഭിമാനിക്കുന്ന ദേവന്മാർ, ഈ ലോകത്തിൻ്റെ ഗുണാഭിമാനിനോ ദേവാ സർഗാദിഷു അഫ്യ യദ്ഭയാത്, സർഗാദികളിൽ സൃഷ്ടി മുതലായതിൽ അനുയുഗം, യുഗം തോറും പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? ഏതച്ചരാചരം, ലോകം ഏഷാം വശേ, ഈ ചരാചരമായ ലോകം ആരുടെ വശത്തിലാണോ, ആരുടെയാണ്? കാലസ്വരൂപനായ ഈശ്വരന്റെ വശത്തിലാണ്. അതുകൊണ്ടാണ് സ്വർഗാദികൾ ഉള്ള ദേവന്മാർ പോലും അതിനെ പിന്തുടർന്ന് കഴിയേണ്ടവരാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൽപ്പം തോറും ഇവരൊക്കെ ഏർപ്പെടുന്നത് കാലഭയം കൊണ്ട് മാത്രമാണ്. ലോകമെല്ലാം ആ കാലത്തിൽ അധീനമാണ്, ദേവന്മാർക്ക് അധീനമാണ്. അവരും ഇതിലകപ്പെടുക തന്നെ ചെയ്യും. ഗുണാഭിമാനിനോ ദേവാ സർഗാദിഷ്വസ്യ യദ്ഭയാത് വർത്തതേനു യുഗം യേഷാം വശ ഏതച്ചരാചരം. സോനന്തോന്തകരക്കാലോ അനാദിരാദികൃതവ്യയാം ജനം ജനേന ജനയൻ മാരേൻ മൃത്യുനന്തകം. സഹ, അവൻ, അനന്തഃ അന്തകര, അവൻ അനന്തനാണ്, അന്തമില്ലാത്തവനാണ്. അന്തകരഹ, അന്തത്തെ ചെയ്യുന്നവനാണ്. കാലോ അനാദിഹി ആദികൃത അവ്യയ, ആദിയില്ലാത്തവനാണ്, ആദി ഉണ്ടാക്കുന്നവനാണ്, അവ്യയനാണ്, മാറ്റമില്ലാത്തവനാണ്. സഹ,
അനന്തഃ അന്തകരഃ കാലഃ അനാദിഃ ആദികൃത് അവ്യ. ഇത്രയും എൻ്റെ വിശേഷമാണ്. ജനം ജനേന ജനേ, ജനം ജനത്തെ, ജനേന ജനേ ജനത്താൽ ജനിപ്പിക്കുന്നവനും, മാരേൻ മരിപ്പിക്കുന്നവനും, മൃത്യുന മരണത്തെ കൊണ്ട് മരിപ്പിക്കുന്നവനുമായ അന്തകനും ആകുന്നു ഈ കാലം. കാലമാഹാത്മ്യം പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ആ ജനങ്ങളെ ജനിപ്പിക്കുന്നവൻ കാലമാണ്, ആദി ഉണ്ടാക്കുന്നവൻ കാലമാണ്, ലോകോപദ്രവകാരികളായ കള്ളന്മാരെയും ദുഷ്ടജീവികളെയും നശിപ്പിക്കുന്നത് കാലനാണ്. അതുകൊണ്ട് അന്തകൻ എന്നവനെ വിളിക്കുന്നു. ആദിയും അന്തവുമില്ലാത്തവനാണ്. ഒന്നിനെയും അപേക്ഷിച്ച് നിൽക്കില്ല, ഒന്നിനോടും ചേർന്ന് മാറ്റം വരില്ല. എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് പ്രപഞ്ചത്തെ നിറഞ്ഞു നിൽക്കുന്ന കാലസ്വരൂപനായ ഈശ്വരനെ നമസ്കരിക്കാണ് വേണ്ടത് എന്ന് അമ്മയുടെ കാലമാഹാത്മ്യത്തെ ഉപദേശിച്ച് ആ പ്രയത്നം ഉപസംഹരിക്കുന്നു. ഫോനം ദ്വന്ദ്കരക്കാലോ അനാദിരാദികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനന്തകം. അനന്തഃ അന്തകരഃ അനാദിഃ ആദികൃത് അവ്യയഃ സ കാലഃ ജനം ജനേന ജനയൻ അന്തകം മുക്തിന മാരയൻ. സോനം ദ്വന്ദ്കരക്കാലോ അനാദിരാദികൃതവ്യയാം ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനന്തകം. ആ അധ്യായം അവിടെ ഉപസംഹരിച്ചു. 29-ാമത്തെ. ഇനി നമുക്ക് അടുത്ത ദിവസം 30-ാം അധ്യായം ആരംഭിക്കാം. ആർക്കേലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.